മറുപടി മുസ്തഫ, നമ്മുടെ സമയക്കുറവുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ജാതി മതവും നോക്കി അല്ല സ്ഥാനാർത്ഥികൾ. ശരി, ഈ പോളിംഗ് ശതമാനം ഉയരുന്നു എങ്കിൽ അതെന്തിന്റെ സൂചനയായിട്ടാണ് താങ്കൾ അതിനെ കാണുന്നത്? അതോടൊപ്പം തന്നെ ഇപ്പോൾ കേജ്രിവാളുമായി ബന്ധപ്പെട്ട കേജ്രിവാളിന് മുൻകൂർ ജാമ്യം കിട്ടിയേക്കും എന്നുള്ള സൂചനകൾ ഇപ്പോൾ കോടതിയിൽ നിന്ന് ലഭിക്കുകയാണ്. വ്യാഴാഴ്ച അതിന്മേലൊരു അന്തിമ തീരുമാനമുണ്ടാകും. അങ്ങനെ കേജ്രിവാൾ പുറത്തിറങ്ങുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക? ചുരുക്കി ജനാധിപത്യത്തിന്റെ ഉത്സവമാകേണ്ട ഒരു വലിയ സംഗതിയെ, ലോകത്തിന് മുന്നിൽ മാതൃകയാകേണ്ട ഒരു സംഗതിയെ ദൗർഭാഗ്യവശാൽ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മോഡിയും അമിത്ഷായും കൂടിയിട്ട് അങ്ങേയറ്റം അപകടകരമായ ഒരു നിലയിലേക്ക്, ലോകം മുഴുവൻ പരിഹസിക്കുന്ന നിലയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള അവസ്ഥ. നിങ്ങൾ നോക്ക്, ഈ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായിട്ട് BJP കൊണ്ടു നടന്നത് ഗുജറാത്താണ്. ആ ഗുജറാത്തിൽ എന്നിട്ട് 30 വർഷമായി ഭരിക്കുന്നു. ഈ പറയുന്ന വലിയ റോഡും വികസനവും വന്നു, മറ്റേ വലിയ ആനയുണ്ടാക്കി എന്ന് പറയുന്നിടത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കൂറ്റൻ മതില, ഏത് ചേരികളും അവിടുത്തെ അവികസിതാവസ്ഥയും കാണാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തത്. എന്നിട്ടാണ് ഈ വികസനത്തെക്കുറിച്ചും റോഡ് കൊടുത്തതിനെ കുറിച്ചും ശൗചാലയം കൊടുത്തതിനെ കുറിച്ചും പറയുന്നത്. എന്തൊരു നാണക്കേടാണ്. ആ ഗുജറാത്തിൽ നിങ്ങൾ പ്രഖ്യാപിച്ച 2 സ്ഥാനാർത്ഥികൾ, വേറെ ആരും ശക്തമായിട്ട് നിങ്ങളെ എതിരിടാൻ നേരത്തെ ഉണ്ടായിട്ടില്ല. പക്ഷെ വഡോദരയിലും മറ്റും നിങ്ങൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളെ ആഴ്ച കഴിഞ്ഞപ്പോൾ മാറ്റേണ്ടി വന്നു. എന്താ ഇന്ന് ചെയ്തത്? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ട് അമിത്ഷായും മോഡിയും കൂടിയിട്ട് റോഡ് ഷോ നടത്തുക. എന്തിനു വേണ്ടിയിട്ട്? ആള് വോട്ട് ചെയ്യണം എന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പോലും ജനം എത്തുന്നില്ല. ഇതാണ് അവസ്ഥ. അത്രമേൽ അപകടകരമായി. അവിടെയാണ് കേജ്രിവാളിനെ പോലെയുള്ള ആളുകളെ ജയിലിനകത്താക്കിയാൽ ഞങ്ങൾക്ക് എളുപ്പം എതിരാളികളില്ലാതെ ജയിച്ചു കയറാമെന്ന് വിചാരിക്കുന്നത്. ആകെ കെട്ടുപോയിട്ടില്ല എന്നുള്ളതിന്റെ പ്രതീക്ഷയാണ്. ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ നോട്ടീസ് കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. എപ്പോഴാ കൊടുത്തത് നോട്ടീസ്? ആ നോട്ടീസ് കൊടുത്തതിൽ എന്തെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് നീതിപൂർവമായ തീരുമാനം പ്രതീക്ഷിക്കാൻ കഴിയുമോ? അവശേഷിക്കുന്ന അല്പമെങ്കിലും ന്യായം, നീതി ജുഡീഷ്യറിയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തൽക്കാലം നമ്മൾ ഇങ്ങനെ കേജ്രിവാളിന്റെ കാര്യത്തിൽ എത്തുന്നു. പക്ഷെ അത് തന്നെ പ്രാഥമിക കോടതികൾ അങ്ങനെയല്ലല്ലോ ചെയ്തത്. നമ്മളെ മുന്നിലുള്ള അനുഭവം ഇതല്ലേ. അപ്പോ ഇത് വെച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് അതിശക്തമായ മോഡി വിരുദ്ധ വികാരം വന്നിരിക്കുന്നു. ഈ BJP ഭരണം അവസാനിക്കണം. ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഇവരിപ്പോ ന്യൂനപക്ഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എന്തുകൊണ്ടാണ് 1ഉം 2ഉം ഘട്ടങ്ങളിൽ ഈ മൈനോറിറ്റി പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കെല്ലാം പറിച്ചു കൊടുക്കുന്നു എന്ന് പറയാതിരുന്നത്? സ്മൃതി, 1ഉം 2ഉം ഘട്ടങ്ങളിലാണ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വോട്ടെടുപ്പ് നടന്നത്. ആ കേരളത്തിലും തമിഴ്നാട്ടിലും ഈ വർഗീയ വിഷം ഏശില്ല. അവിടുത്തെ കൾച്ചർ വേറെയാണ്, സംസ്കാരം വേറെയാണ്, അവിടുത്തെ രാഷ്ട്രീയം വേറെയാണ്. അവിടെ 1ഉം 2ഉം ഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലും കേരളത്തിലും നിരവധി യോഗങ്ങളിൽ പ്രസംഗിച്ചപ്പോഴും മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പത്ത് പിടിച്ചു കൊടുക്കുന്നു. അന്നും കോൺഗ്രസിന്റെ പ്രകടന പത്രികയുണ്ടല്ലോ, 1ാം ഘട്ടത്തിന് മുമ്പേ ഉണ്ടല്ലോ. അത് പറയാതിരുന്ന മോഡി ഇത് 2ഉം കഴിഞ്ഞിട്ട് അങ്ങോട്ടെത്തിയപ്പോൾ, തങ്ങളുടെ തട്ടകത്തെത്തിയപ്പോൾ ഈ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കഴിയുന്നിടത്ത് ഇത് ഉപയോഗിക്കുക. ഉത്തർപ്രദേശ് നിങ്ങൾ ജയിച്ചത് മുസ്ലിങ്ങളുടെ വോട്ട് കൊണ്ടാണോ? അവരെ വോട്ട് ചെയ്യാനേ സമ്മതിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഉത്തർപ്രദേശിൽ നിന്ന് വന്ന് ജോലി ചെയ്തവരുടെ സ്മൃതി, അവര് പറയുന്നത് വോട്ട് ചെയ്യാനേ സമ്മതിക്കുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.